ഒരു 2 ദിവസത്തെ ട്രിപ്പാണ് അമ്മമാരുടെ കൂടെ കണ്ണൂരിലോട്ട്. ഈ ട്രിപ്പ് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവർക്കും ഒരു ടാറ്റയെല്ലാം കൊടുത്ത് ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുവാണ്. വയനാട്ടിൽ നിന്ന് കണ്ണൂരിലോട്ടുള്ള ചുരം അതൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ്. കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ തോന്നും. നേരെ പോകുന്നത് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലോട്ടാണ്. പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വൈബ് തന്നെയായിരുന്നു. ഒരുപാട് വട്ടം ലൊക്കേഷൻ തെറ്റിച്ച് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രം കണ്ടുപിടിച്ചു. ഇതാണ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നാണ്. മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ പ്രതിഷ്ഠ അതൊരു പഞ്ചലോക വിഗ്രഹമാണ്. ഒത്തിരി വട്ടം ഇവിടുത്തെ വിഗ്രഹം മോഷണം പോയിട്ടുണ്ട്. കുറച്ചു ദൂരം കഴിയുമ്പോഴേക്കും അത് അവർക്ക് കൊണ്ടുപോകാൻ പറ്റാതെ ഉപേക്ഷിച്ചിട്ട് പോവാറാണ് ചെയ്യാറ്. വിഗ്രഹം മോഷ്ടിച്ചു കഴിഞ്ഞ് ഈ കള്ളന്മാർക്ക് ദിക്കുകളെ കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടുകയും അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇതവരവിടെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. എത്ര സാധിച്ചിട്ടും വിഗ്രഹം അവിടുന്ന് ആർക്കും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ ഭഗവതിയുടെ ശക്തി. അമ്പലക്കുളത്ത് നിന്ന് കാല് കഴുകി വേണം ക്ഷേത്രത്തിലോട്ട് കയറാൻ വേണ്ടി. ഈ അമ്പലവും കുളവും പരിസരവും ഒക്കെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുക. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും പ്രോഹിബിറ്റഡ് ആയതുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ ശേഷം കാണാം. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് ഒത്തിരി ആശ്വാസം. അമ്പലത്തിന്റെ പുറത്തുനിന്ന് തന്നെ ചായ കുടിച്ച് ഇനി നേരെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലോട്ട്. ഒരു ഫോറസ്റ്റ് ഏരിയയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയുടെ പേരാണ് റോക്ക് ഗാർഡൻസ് പ്ലാന്റേഷൻ. ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇതിന്റെ മുമ്പിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. അതിന്റെ ഒച്ച കേൾക്കാമായിരുന്നു. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഫ്രഷ് ആയി വന്നപ്പോഴേക്കും ചേട്ടൻ ക്യാമ്പ് ഫയർ എല്ലാം റെഡിയാക്കി തന്നു. പിന്നെ കുറച്ചു നേരം ശരിക്കും എൻജോയ് ചെയ്തു. കൂട്ടത്തിൽ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അതൊരു സർപ്രൈസ് പോലെ പ്ലാൻ ചെയ്ത് അതും ഗംഭീരാക്കി. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. ഇവരുടെ കൂടെയുള്ള ഒരു എൻജോയ്മെന്റ് അത് ശരിക്കും ഒരു വേറെ വൈബ് തന്നെയാണ്. പിന്നെ ഡിന്നർ കഴിച്ച് ഇനി ബാക്കി നാളത്തെ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഞാൻ പറഞ്ഞില്ലേ തൊട്ട് മുമ്പിൽ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന്, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഇവിടുന്ന് നേരെ മുമ്പിലുള്ളതാണ് ഈ ഒരു പുഴ. ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആണ്. രാവിലെ ഞാൻ കോഫി എടുത്തിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഇന്നത്തെ ഡേ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെയൊക്കെ സ്ഥലത്ത് രാവിലെ തന്നെ വന്നിരിക്കുമ്പോൾ മൈൻഡ് ഒത്തിരി റിലാക്സ്ഡ് ആവും. ആ ഡേ ശരിക്കും നമുക്കൊരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. നല്ല ക്ലിയർ വെള്ളമാണ്. ഇറങ്ങി നോക്കുമ്പോൾ അറിയാം ആഴമുണ്ടോ ഇല്ലയോ എന്ന്. എന്താണേലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇവിടുന്ന് നോക്കുമ്പോൾ ആ മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വലിയ വലിയ പാറക്കല്ലുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ നന്നായി ശ്രദ്ധിക്കും വേണം. അമ്മമാരെല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട്. എല്ലാവരും വെള്ളത്തിൽ ചാടാനാണ് വരുന്നത്. നീന്തൽ അറിയുന്ന കുറച്ച് പേരുണ്ട് കൂട്ടത്തിൽ. ആദ്യം അവരെ ഇറങ്ങിയിട്ട് എന്നിട്ട് ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ വെള്ളം കണ്ടപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൊച്ചു കുട്ടികളെ പോലെയായി. അതിൽ നിന്ന് കയറാൻ തന്നെ തോന്നുന്നില്ലായിരുന്നു. ഒത്തിരി നേരം വെള്ളത്തിൽ കളിച്ച് നമ്മളിനി നേരെ പോകുന്നത് ഒരു വ്യൂ പോയിന്റിലോട്ടാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ ഒരു മോർണിംഗ് വ്യൂ. ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ചുറ്റും ഹാങ്ങിങ് ഫെൻസ് ചെയ്തത് കാണാം. ഈ പ്രോപ്പർട്ടിയുടെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പുഴയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയായിരുന്നു. ഇവിടുത്തെ ചേച്ചിമാർ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ പോകുന്നത് നേരത്തെ പറഞ്ഞ വ്യൂ പോയിന്റിലോട്ടാണ്. ഇതാണ് ഇവിടുത്തെ ചേച്ചിമാർ. ഇവരിവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്താണ് ഇവരുടെ വീടുള്ളത്. ഞങ്ങളുടെ ട്രിപ്പിൻ്റെ ഒരു ഹൈലൈറ്റും ഈ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ശരിക്കും എൻജോയ് ചെയ്തത് ഈ പ്രോപ്പർട്ടിയിൽ വന്നിട്ടാണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകാൻ പോകുന്ന വ്യൂ പോയിന്റ് കാണാനായിട്ട് പറ്റും. ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. പോകുന്ന വഴി വീതി കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി കൊണ്ട് പോകുന്നത് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഈ വണ്ടി കൊണ്ട് മുകളിലോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ കാറിനാണ് വന്നെങ്കിൽ സുഖമായിട്ട് കാർ വ്യൂ പോയിന്റ് വരെ എത്തും. പോകുന്ന വഴി ഓഫ് റോഡ് ഒന്നുമല്ല, സാധാ ടാറിട്ട റോഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീപ്പ് നിർബന്ധമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ജീപ്പ് എടുത്തു പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഈ വ്യൂ പോയിന്റിലോട്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ്. ഈ ഒരു വ്യൂ പോയിന്റിന്റെയും ഈ ഒരു സ്ഥലത്തിന്റെയും പേരിൽ തന്നെ ഒരു വെറൈറ്റി ഉണ്ട്. ഈ സ്ഥലത്തിന്റെ പേരാണ് ശശിപ്പാറ. ഇവിടെ നിങ്ങൾ വന്നാൽ എന്തായാലും ശശിയാവാൻ പോകുന്നില്ല. കാരണം ഇത് അത്രയും ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. പൊതുവെ കണ്ണൂർ ഭയങ്കര ചൂടാണല്ലോ. പക്ഷെ ഇവിടെ വന്നിറങ്ങിയപ്പോൾ തൊട്ടേ നല്ല കാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വെയിലത്ത് നമുക്കത്ര ചൂട് അനുഭവപ്പെടുന്നില്ലായിരുന്നു. വൈകുന്നേരമൊക്കെ ഈ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാനും നല്ല രസമായിരിക്കും. നിങ്ങളാരെങ്കിലും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം മിസ് ചെയ്യേണ്ട. എനിക്ക് ഈ സ്ഥലം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ വയനാട് തിരിക്കുകയാണ്. ഒത്തിരി എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു ഇത്. ഈ യാത്രയിൽ സ്റ്റേ ചെയ്ത പ്രോപ്പർട്ടിയും കണ്ട സ്ഥലങ്ങളും എല്ലാം മികച്ചതായിരുന്നു.
ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ മറ്റൊരു യാത്രയായിട്ട് കാണാം.